ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വിപരീതമായി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും തുടങ്ങുന്ന തന്നെ നമ്മുടെ അനീഷിന്റെ ചൊറിച്ചിലാണ്. ഇതിന് ചൊറിച്ചിലുണ്ട്, പക്ഷെ ഫസ്റ്റ് സീന് ആ ചൊറിയല്ല എന്നുള്ളൂ. നമ്മുടെ അനുവും നമ്മുടെ ആദിലയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അതിൽ അനു പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിവിന് എൻ്റെ കൂടെ വന്ന് കിടന്നടിയെന്ന്. ഞാനും അന്തം വിട്ടു, നിവിന് കൂടെ വന്ന് കിടക്ക്. സംഭവം ഒരു സ്ത്രീത്വത്തൊക്കെ ഉണ്ടെങ്കിലും ആളൊരു പുരുഷനാണ്, അങ്ങനെ ഒന്നും വന്ന് കെടുക്കാൻ പാടില്ല. അപ്പൊ സൈഡിൽ വന്ന് കെടുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ്, ആപ്പിളോ തക്കാളിയോ ഇരുന്ന് തിന്ന് എന്നിട്ട് അവിടെ വന്ന് കെടുന്നു. അവര് എണീറ്റ് മാറ്റി കെടുത്തി എന്നൊക്കെ പറഞ്ഞത്. എന്താ അവന്റെ കഥ? അതാ വന്നിട്ട് പറയണേ, എനിക്ക് 2 ചേച്ചിമാരെ സ്നേഹം വേണമെന്നു. ചുട്ട അടി കിട്ടാത്തതിന്റെ കുറവാണ് നിനക്ക്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓവറാണ് ആള്. അവന്റെ ഒരു ഗെയിം പ്ലാൻ വേറെ രീതിയാണ്. പൊട്ട ഗെയിമാണെന്ന് ഞാൻ പറയുള്ളൂ. 2 ചേച്ചിമാരെ സ്നേഹം വേണമല്ലോ അവനക്ക്. ബിഗ് ബോസിന് പുറത്തേക്ക് പോവാ, നാട്ടിൽ ഇതിന് സ്നേഹം എനിക്ക്. പിന്നത്തെ സീന് കാണിക്കുന്നത് നമ്മുടെ ചൊറിയൻ അനീഷ്. സ്വാഭാവികമായിട്ടും അതല്ലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു എപ്പിസോഡില് മൂപ്പര് ഫസ്റ്റ് വന്നില്ല എന്നുള്ളൂ. 2ാമത്തെ സീനിൽ നമ്മുടെ അനീഷിന്റെ ചൊറിച്ചിലാണ് കാണിക്കുന്നത്. വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓവന് ഇപ്പൊ കിച്ചണിലാണല്ലോ നമ്മുടെ ആശാന് ജോലി കിട്ടിയിരിക്കുന്നത് ഈ വീക്കില്. അപ്പോൾ അതിൽ ഓവൻ ആരോ ഓഫാക്കാൻ മറന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കലാപൻ സരിക ഇതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി. ഓവന് ആരോ അങ്ങനെ തുറന്നിട്ടിരിക്കണം കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ അതിൽ നമ്മൾ അനീഷ് പറയുന്നത്, ഞാനാണ് ക്യാപ്റ്റൻ, ഞങ്ങൾ ഈ കിച്ചൺ കൂട്ടായ്മ, അതായത് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങളുടെ ഉള്ളിൽ നടന്നോളൂ, നിങ്ങൾ പുറത്തുനിന്ന് ഇടപെടാൻ വരണ്ട. ആര്? അനീഷ്. ഈ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തപ്പോൾ അനീഷ് പറഞ്ഞ വാക്കെന്താണ്? എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, കാരണം പാചകമൊന്നും അധികം അറിയാത്ത ആളുകളാണ് ഞങ്ങൾ, ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന് പറ്റാത്ത കാര്യങ്ങൾ വന്ന് ചെയ്ത് തരണം, എന്നാലേ എല്ലാവർക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആർക്കും നല്ല കൊള്ളാവുന്ന ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഒരു ഓവനെ സരിക എടുത്ത് കാണിച്ചപ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് ചാടിയത്. സംഭവം ആൾ എടുത്തു ചാടിയൊന്നല്ല, അയാളെ ഗെയിം തന്നെ. അതിലും അയാൾ ചൊറിയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് കിച്ചൺ ആയിരുന്നു. ഒരു 10-15 മിനിറ്റോളം കിച്ചണാണ് നമ്മുടെ ബിഗ് ബോസ് ഫോക്കസ് ചെയ്തത്. കാരണം എന്താ, നമ്മുടെ അനീഷിന് ഡ്യൂട്ടി കിച്ചണിലാണ്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മുടെ ഓണിയൻ സാബുവിനെ പറ്റി പറയുകയുണ്ടായി. ഓണിയൻ സാബുവിനെ പറഞ്ഞു, എനിക്ക് കിച്ചണിലെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. കളിക്കാൻ അറിയുന്നവന് ഏത് മൂലക്കായാലും എന്തിന് ബാത്റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും ക്യാമറ അവിടേക്ക് ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? അതിന് ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു 10-15 മിനിറ്റുള്ള കോലാഹലങ്ങൾ. കാരണം ആ കോലാഹലങ്ങൾ നടന്നത് കിച്ചണുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്താ, അവിടെ നമ്മുടെ ആ ചൊറിയൻ അനീഷ് ഉണ്ട്, കണ്ടന്റ് മേക്കർ അനീഷ് അവിടെ ഉണ്ട്. അനീഷ് എവിടെയുണ്ടോ അവിടെയാണ് കണ്ടന്റ്. അപ്പൊ ഈ ഒരു സംഭാഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിന്നി വന്നുകൊണ്ട് പറയുന്നുണ്ട് അനീഷിനോട്, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന്. അതിനിടയിൽ അനീഷിനെ പോയി ചൊറിയാൻ പോയതാണ്. അനീഷിന്റെ ആ ലെവല് ഏറ്റുപിടിച്ചിട്ട് പോയി ചൊറിയാൻ പോയതാണ്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, വായെടുത്ത് വിഴുങ്ങിക്കോ, കൂട്ടത്തിൽ വെള്ളം ചൂടാക്കിട്ട് അതിട്ട് കുടിച്ചോ. അണ്ണാക്കിൽ കൊടുത്ത് ബിന്നിന്റെ പിന്നെ അവിടെ കണ്ടിട്ടില്ല. നമ്മുടെ ഓണിയൻ സാബു ഒക്കെ തൊലി കളിഞ്ഞ ഉള്ളി പോലെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷിനെറ്റ്. പക്ഷെ ആർക്കും അനീഷിന്റെ ആ ലെവൽക്ക് മുകളിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബിഗ് ബോസിലെ യാഥാർത്ഥ്യം. അതിന് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഇന്നത്തെ സീന് കൂടി അതിനൊരു ഉദാഹരണമാണ്. പിന്നെ അനീഷിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അപ്പാനിയും കൂടി അതിൽ വരുന്നുണ്ട്. അനീഷ് എവിടെയുണ്ടോ അവിടെ അപ്പാനി ഇല്ലാതിരിക്കുവോ? അപ്പാനി പിന്നെ നോർമലി ഒന്ന് എതിർക്കൂടാ, മറ്റത് അപ്പാനിന്റെ ആ സ്റ്റൈല് അതൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ അതിങ്ങനെ കാറ്റൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്ബർ യാദൃശികവശാല് നിർഭാഗ്യവശാല് നമ്മുടെ അനീഷിന്റെ ഗ്രൂപ്പിലായി പോയി, അതായത് കിച്ചൺ ടീമിലായി പോയി. അതുകൊണ്ട് അനീഷിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അനീഷിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് അക്ബർ സംസാരിച്ചിട്ടുള്ളത്. അക്ബർ എന്നിട്ട് കൊമ്പ് കോർക്കുന്നത് അനീഷിനോടല്ല, നമ്മുടെ ഈ ഷാനവാസ്, ക്യാപ്റ്റൻ ഷാനവാസിനോടും ഒണിയൻ സാബുവിനും ഇട്ടിരിക്കുകയാണ് അക്ബർ ചൂടാവുന്നത്. അപ്പോൾ അക്ബറും ഒണിയനും അതേമാതിരി അക്ബറും ഷാനവാസൊക്കെ ഫേസ് ടു ഫേസ് ഒക്കെ വരുന്നുണ്ട് സംസാരം. അപ്പോൾ അക്ബറിന്റെ ബെൽറ്റായ നമ്മുടെ അപ്പാനിക്ക് അത് കണ്ടിക്കാൻ പറ്റില്ല. അപ്പാനി വെറുതെ വന്നുകാണ്ട് ഒണിയനായിട്ടും ഷാനവാസിനായിട്ടും പോയി കണ്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. എന്താ അപ്പാനി, ഈ ബെൽറ്റ് ആയതുകൊണ്ട് ഈ തല്ലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ ബെൽറ്റ് പൊട്ടുവച്ചിട്ടായിരിക്കും പാവം. നിക്കക്കള്ളില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പാനിക്ക്.
എന്നിട്ട് ഈ പ്രശ്നമൊക്കെ ഏകദേശം ചെറിയ രീതിയിലൊന്ന് രമ്യതയിൽ എത്തിയപ്പോൾ നമ്മുടെ ബിന്നി അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, എന്താണ് ഇവർ ഈ സംസാരം കൊണ്ട് അതിലൊക്കെ ഭക്ഷണത്തിലൊക്കെ തുപ്പലാവുന്നു. ആ പറഞ്ഞത് സത്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോർമൽ രീതിയിൽ സംസാരിച്ചാൽ അങ്ങനെ തുപ്പലൊന്നും വരില്ലായിരിക്കും, പക്ഷെ ഇങ്ങനെ ആക്രോശിച്ചിട്ട് ഭയങ്കര ശബ്ദം എടുത്തിട്ട് അലറുമ്പോഴൊക്കെ തുപ്പലിൻ്റെ കണികളൊക്കെ വരും. അതെല്ലാവരും കൂടി 10-20 ആളുകൾ കഴിക്കാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബിന്നി പറഞ്ഞത് കാര്യം നല്ലതാണ്. ബിന്നി പറഞ്ഞത് നല്ലതിന് വേണ്ടിയൊന്നും ആയിരിക്കില്ല, ആ ഒരു കണ്ടന്റ് ഒന്നും കൂടി കുത്തിപ്പൊക്കാൻ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അത് അവിടെ അനീഷ് കേട്ടില്ല. അപ്പം നമ്മുടെ ഷാനവാസ് അത് കേട്ടാണ് നേരെ അവിടെ പോയി നിന്ന് കണ്ട് എന്താ അനീഷ് ഇങ്ങനെ തിരിഞ്ഞിരിക്കണേ. അനീഷിനെ പോയി തോണ്ടിക്കാണ്ട് സംസാരിക്കുമ്പോൾ തുപ്പലൊന്നും ആവാൻ നോക്കണട്ടാന്ന്. അപ്പം അനീഷ് പോടാ തിരിഞ്ഞ് കണ്ട് അവൻ്റെ ഒരു ഉപദേശം. എന്നിട്ട് അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു വർത്താനുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, അവിടുന്നും ഇവിടുന്നും കിട്ടിയ കണ്ടന്റ് ഇവിടെ ഒന്നും സംസാരിക്കണ്ട, സ്വന്തമായിട്ടുണ്ടെങ്കിൽ എടുത്ത് കലക്കുന്നത്. അതും അവിടെ ബലൂണത്തെ കാറ്റ് പോയ പോലെ ഷാനവാസും ഉണ്ടാകാണ്ട് പോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് വിചാരിക്കും ഞാൻ ഭയങ്കര അനീഷ് ഫാനാണെന്ന്. കാരണം കഴിഞ്ഞ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലും ഈ വീഡിയോയിലും അനീഷിനെ പൊക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്താ, അനീഷാണ് കണ്ടന്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റിൻ്റെ ഒരു റിയാക്ഷനാണ് സംസാരിക്കുന്നത്. ആ ദിവസത്തെ കണ്ടന്റിൻ്റെ റിയാക്ഷൻ അതിൽ മൊത്തം അനീഷാണുള്ളത്, അതിൽ സ്കോർ ചെയ്യുന്നത് അനീഷാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരം അനീഷെ പറ്റിയായിരിക്കും. നാളെ വേറെ ആൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവനെ പറ്റി പറയും. ആരോടും ഒരു ഫാനിസോ ഒന്നുമില്ല, എല്ലാവരും നല്ലതും ഇല്ലാത്തതും ഒക്കെ നമ്മളിവിടെ വിളിച്ചു പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നത്തിൽ തന്നെ നമ്മുടെ ഷാനവാസും അക്ബറും നല്ല രീതിയിൽ മുഖത്തോട് ഫേസ് ടു ഫേസ് വന്നു. ഒണിയനും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അറിയാതെ ഒരാളെ നമ്മുടെ ആരായാലും സംസാരിക്കുന്ന ഇടയിൽ ഒരു തെറിവാക്ക് പോവല്ലോ. അത് ആരായാലും എത്ര ഭയങ്കര നന്മമാരായാലും അറിയാതൊരു വേർഡൊക്കെ പുറത്തു പോകും. അതേപോലെ നമ്മുടെ അക്ബറിൻ്റെ വായന്നും ഒരു വേർഡ് പുറത്തു വന്നു. എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ബിഗ് ബോസ് അവിടെ ബീപ്പ് ഇട്ടിരുന്നു. എന്തായാലും ഒരു തെറി തന്നെയാണ് പറഞ്ഞത്. വീണ് കിട്ടിയില്ലേ ഷാനവാസിനും ഒനിയനും. വിളിച്ചത് ഒനിയനെയാണ് അക്ബർ വിളിച്ചത്. നേരെ ഷാനവാസ് ഒനിയനെ വിളിച്ചുകൊണ്ട് ഗവർണർ മുന്നേക്ക് പോയി, ബിഗ് ബാസ് ഞങ്ങൾ തെറി വിളിച്ചു, ഞങ്ങൾ അക്ബർ തെറി വിളിച്ചു, ബിഗ് ബോസേ ഇതിനൊരു പരിഹാരം കാണണം. ഒനിയന് ഭയങ്കര ഇതായിട്ട് നീ തീർന്നടാ, നീ തീർന്ന്. എന്ത് തീർന്ന്? കഴിഞ്ഞ സീസണിൽ 50 സീസണിലൊക്കെ ഇതേപോലെ തെറികൾ ഉണ്ടായിട്ടുണ്ട്. തീരാനൊന്നുമില്ല. അവിടെ ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നുള്ളൂ. പക്ഷേ അക്ബർ അവിടെ ക്ഷമ പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു സംഭവത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം. അപ്പോൾ ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഒന്ന് താഴെന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കേൾക്കേണ്ടി വരും. അതിന് നമ്മൾ പരാതിപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല. പിന്നെ ആകെ സംഭവിക്കാൻ പോകുന്നത് ആ പറഞ്ഞ ആൾ വന്ന് മാപ്പ് പറയാം. അപ്പോൾ അവിടെ പ്രശ്നം തോന്നുന്നു. പിന്നെ അതിനെ പിടിച്ചിങ്ങനെ വലിച്ചു നീട്ടത്. വേറെ എത്രയോ കണ്ടന്റുകൾ ഇനി വരാൻ കിടക്കുന്നു. ക്യാമറയിൽ ഒനിയൻ പോയി പറഞ്ഞത് പോരാഞ്ഞിട്ട് നേരിട്ട് വന്നിട്ട് നീ തീർന്നടാന്ന് ഒന്ന് പോടാന്ന് അക്ബർ. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ബെൽറ്റുകൾ പുറത്തു പോയിട്ട് ഊഞ്ഞാലടിങ്ങാണ്ട് സംസാരിക്കുകയാണ്. അവിടെ നമ്മുടെ അഭിലാഷിന് സംസാരിക്കുമായിരുന്നു. അഭിലാഷ് ഭയങ്കര സൈലന്റ് ആയി പോയിരുന്നു ആര് അക്ബർ. അപ്പോൾ അവിടുന്ന് അപ്പാനി അതെ അവന് ന്യൂട്രലായി നിന്നു. കാരണം അവിടെയും ഇവിടെയും തൊടാതെ നിന്നു എന്നൊക്കെ. അപ്പോൾ അതിൽ നമ്മുടെ അപ്പാനി പറയുന്നുണ്ട്, നിന്നെ അവരെ കൂടി ആക്രമിച്ചപ്പോൾ എനിക്ക് എന്തോ മാതിരിയായി, അതാണ് ഞാൻ വന്ന് ഇടപെട്ടത് എന്നൊക്കെ. അപ്പോൾ അവിടുന്ന് അക്ബർ പറയുന്നുണ്ട്, നീ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള കരുതിയിട്ട് ഞാൻ പറയുന്ന എല്ലാ പ്രശ്നത്തിലും നീ വന്ന് ഇടപെടണമെന്നില്ല, അങ്ങനെ വേണമെന്നില്ല, എനിക്ക് അവരൊക്കെ നേരിടാൻ അറിയാമെന്ന്. അപ്പം അപ്പാനി ആരായി? അപ്പാനിക്ക് ആ പറഞ്ഞ് തീരെ പറ്റിയില്ല. അപ്പാനിൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അപ്പാനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ നമ്മുടെ ആദിലയും നൂറയും ശൈത്യയും നമ്മളെ അനുമോളൊക്കെ ഇരിക്കുന്ന ഒരു സഭയിൽ നമ്മുടെ ആര്യൻ വന്നിട്ട് എന്തോ ഒരു കോഷ്ടി കാണിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഷെയ്ക്കാൻ്റെ എല്ലാം ഇങ്ങനെ കൊടുത്തു. അതിൽ അനുമോൾ കൊടുത്തില്ല അത്രേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിന് ശേഷം പറയുന്നത് ആര്യൻ അവിടെ നിന്നാണ് കടന്നുപോയി. അപ്പോൾ അവിടുന്ന് നമ്മുടെ ബിന്നി എന്താണ് അനുമോൾക്ക് മാത്രം ഷെയ്ക്കാൻ്റെ തന്നില്ല, അത് തന്നു പോകുമ്പോൾ നമ്മുടെ ആദിലും നൂറെന്ത് ഒരു പ്രത്യേക നോട്ടം നോക്കി നിങ്ങളെ രണ്ടുപേരെയും ഒരു ലവ് ട്രാക്ക് ഞാൻ മണക്കുന്നു എന്നൊക്കെ. പൊന്നാര അനു, പൊന്നാര ആര്യനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, കാണാൻ പറ്റൂല. അനു അല്ലെങ്കിൽ തന്നെ ക്യൂട്ട്നെസ് വിതറലാണ്, കുട്ടിത്തൊക്കെ കൊണ്ട്. അനുവിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സ്റ്റാർ മാജിക് ആണെന്നാ. ഇനി ഇതും കൂടി ആവുമ്പോൾ കാണാൻ പറ്റൂല, ഉള്ളത് പറയാലോ, വെറുപ്പിലാവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് മനസ്സിലുണ്ട്, ഇപ്പം തന്നെ ഒഴിവാക്കിക്കളും.
പിന്നത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷന് സംസാരിച്ചിരുന്നല്ലോ. ആ മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യങ്ങൾ ബിഗ് ബോസ് വിശദീകരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. കാരണം ഒരു പ്രത്യേക റൂമിലേക്ക് ഈ ഇതിന്ന് ലാസ്റ്റ് 2 പേരെ മാറ്റും. അവിടെ ക്യാമറ ഉണ്ടാവില്ല, അവിടെ ഫോൺ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിലേക്ക് മാറ്റും. ഈ 6 പേർക്കും ഒരു 2 വീതം വെച്ചുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം. അവരായിരിക്കും ഇവർക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് ടാസ്കിൽ പങ്കെടുക്കുക. അതാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നിട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് അവരവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ തിരഞ്ഞെടുത്തു. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനീഷ് വന്നിട്ട് അനീഷിന് വേണ്ടപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് തിരഞ്ഞെടുത്തത് നമ്മുടെ അപ്പാനിയെയാണ്. എന്നിട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അനുവിനെയും തിരഞ്ഞെടുത്തു. എങ്ങനെയുണ്ട്? അയാൾ കയ്യും കാലത്തല്ല കളിക്കണത്, അയാൾ മൈൻഡ് കൊണ്ടാണ് കളിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ മൈൻഡ് ഗെയിമർന്ന്. അനീഷിനെ എങ്ങനെ പുറത്താക്കണമെന്ന് ചിന്തിക്കുന്ന അപ്പാനിനെ അനീഷ് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് കളിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പാനി ആകെ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിലായി. കാരണം ഒന്നെങ്കിൽ അപ്പാനിക്ക് അനീഷിനെ പുറത്താക്കാൻ വേണ്ടി കളിക്കുക, പക്ഷെ അത് ഭയങ്കര നെഗറ്റീവായിരിക്കും പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അപ്പാനിക്ക് അനീഷിനെ വിജയിപ്പിക്കാൻ വേണ്ടി കളിക്കുക. അവിടെ പ്രേക്ഷകർ മുമ്പിൽ ഭയങ്കര ഈറാവും, ഒറ്റ ദിവസം കൊണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ ശത്രുത ഉണ്ടായിട്ടും ഗെയിമിൻ്റെ ആ സ്പിരിറ്റോടെ എടുത്തിട്ട് ആ ലെവലിൽ കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്ക് നല്ലൊരു ഹ്യൂമൺ ആണെന്ന് കരുതിയിട്ട് നല്ലൊരു വോട്ട് കിട്ടും. പക്ഷെ അപ്പാനിൻ്റെ ആ ഒരു ഈഗോ അതിന് സമ്മതിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിലായിട്ട് അപ്പാനിനെ കൊണ്ടിട്ടു ആര്? നമ്മുടെ അനീഷ് മൈൻഡ് ഗെയിമിലൂടെ. പിന്നത്തെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് മറ്റുള്ള കണ്ടസ്റ്റൻസായ അനുവിനോട് മറ്റൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മുടെ ഗിസയിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അനുവദനീയമാണോ? അപ്പോൾ അതിൽ ശൈത്യ പറയുന്നുണ്ട് അത് ഇന്നറാണ്, അത് ഇപ്പോൾ അവൾ പുറത്തൊക്കെ എടുത്തിട്ടാണ് മറ്റു വസ്ത്രങ്ങളില്ലായിട്ടെന്ന്. അപ്പോൾ അതിൽ അനു പറയുന്നുണ്ട് അതിലവിടെ ഗോൾഡ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്ത് ഇന്നറാണ്? ഒന്നുമല്ല, അത് ഷാനവാസ് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പറയണം, അതൊന്നല്ല പോയി പറയണം, എല്ലാവരും ഒരുപോലെ എന്നുള്ളതൊക്കെ അനുവിനാണ് തീരെ ഇഷ്ടപ്പെടാത്തത്. സംഭവം ഗിസയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം ബിഗ് ബോസ് എത്രയോ തവണ, എൻ്റെ അറിവിന് 2 or 3 തവണ വാണിംഗ് കൊടുത്താണ്. വീണ്ടും ഇത് ചെയ്യുമ്പോൾ അത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റൂല, അത് കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഗിസൈലിനെ വിളിച്ച് കണ്ട് നമ്മൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എന്നാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്, ഇത് അനുവദനീയമല്ലല്ലോ എന്ന്. അപ്പോൾ ഗിസൈൽ പറഞ്ഞു വേറെ ഡ്രസ്സ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് കീറിയിട്ടുണ്ട്, എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഞാൻ ഇനി ഇങ്ങനെ ഈ ഡ്രസ്സ് ഇടണോ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടത്, ഇതൊക്കെ ബിഗ് ബോസ് തന്നത് തന്നെയാണെന്ന്. ശുദ്ധ പച്ച കള്ളാണ് പറഞ്ഞത്. അപ്പോൾ അനു അതിനെ എതിർക്കുന്നുണ്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട്. അപ്പോൾ ഗിസൈൽ അറിയാതെ അവിടെ പോയി പറയുകയുണ്ടായി ഞങ്ങൾ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവർ, എന്നെ പോലെ ഹൈറ്റ് ഇല്ലാത്ത ആളല്ല, അപ്പോൾ ഡ്രസ്സ് കീറുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഗിസൈൽ അവിടെ ഉപയോഗിച്ചത് നിന്നെപ്പോലെ ഹൈറ്റ് ഇല്ലാത്ത ആളുകളല്ല എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അനു ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി, ഭയങ്കര നിരാശ വന്നു, കരയാനിങ്ങനെ വിതുമ്പി നിന്നു. അത് അനു എണീറ്റ് നിന്നിട്ട് തന്നെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒരു കാർഡ് പറയരുത്, ഒരാളെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ പാടില്ല, ഒരാളെ ഫിസിക്കലായിട്ട് അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, വളരെ ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കണ്ടസ്റ്റൻസൊക്കെ അനുവിൻ്റെ കൂടെ നിന്നു, ബാക്കിയുള്ളവർ മൗനം പാലിച്ചു, സൈലൻ്റ് ആണ്. അവിടെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഗിസൈലിന് കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ട് ഗിസൈലിൻ്റെ കാര്യത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരാളെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ സംസാരിക്കുക വെച്ചാൽ. ഇതൊക്കെ എല്ലാവരും കൂടി എതിർക്കേണ്ട സംഭവമാണ്. നേരെ വെച്ചാൽ അനീഷാണ് ഇത് പറയുന്നതെങ്കിലോ, അനീഷാണ് അനുവിനെതിരെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലോ അപ്പാനി അനീഷിൻ്റെ തലയിലുണ്ടാവും. ഇതിലപ്പാനി അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്, ഗിസൈലിൻ്റെ കാര്യത്തിൽ കുറച്ച് ആളുകൾക്ക് ഒരു മൗനമുണ്ട്. നമ്മുടെ അനുവിനെ അറിയാലോ, അനു തീരെ സഹിച്ചില്ല. അനു എണീറ്റ് വണ്ടി ഇവിടേക്ക് ബാത്റൂമിലേക്ക് കരയാൻ. കൂടെ തന്നെ നമ്മുടെ ഷാനവാസും പോയി. ഷാനവാസ് എന്നിട്ട് പോയിട്ട് പറയുന്നുണ്ട് നീ എന്തോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പോയി കരയുന്നത്, ഇത് ബിഗ് ബോസ് അല്ലേ? കാരണം അതന്നെ ബിഗ് ബോസിൽ ഒരു വീക്ക് കഴിഞ്ഞിട്ടുള്ളൂ, അതിനിപ്പോൾ തന്നെ കരയുകയാണെങ്കിൽ മെഗാ സീരിയലിലെ നടിമാർ കരയുന്നതിനെക്കാട്ടി കൂടുതൽ അനുമോളെ തന്നെ ഈ ബിഗ് ബോസിൽ കരയും. കൂടെ തന്നെ നമ്മുടെ അനീഷും വരുന്നുണ്ട് വലിയേട്ടനായിട്ട്. എന്തിനാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ കരയുന്നത്? അപ്പം അനീഷിൻ്റെ കൂടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കൂടി വന്നു. അതിൽ നമ്മുടെ അനു പറയുന്നുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തെ
കേൾക്കുന്ന ഇൻസൾട്ടാണ് എൻ്റെ ഹൈറ്റിനെ പറ്റി പറയുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എൻ്റെ പ്രൊഫഷണൽ തന്നെ ഒരുപാട് ആളുകൾ ഇന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ചാൻസുകൾ ഇങ്ങനെ ഇതിലൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നത്തെ സീന് നമ്മുടെ ഷാനവാസ് ഗിസൈലുമായി വന്നിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ്. ബിഗ് ബോസ് അപ്പോൾ ഗിസൈൽ പറയുകയാണ് എൻ്റെ ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ടാണ് ബിഗ് ബോസ്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ അവിടെ കൊടുന്ന് വെക്കുക, വേറെ ഡ്രസ്സ്. അപ്പം എന്തിനാ ഈ ഡ്രസ്സ് ഇട്ടെന്നൊക്കെ ചോദിക്കും. അപ്പം ഡ്രസ്സ് ഇട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗിസൈൽ പറയുന്നുണ്ട് പിന്നെ ഞാൻ കീറിയ ഡ്രസ്സ് ഇടണോ എനിക്കൊന്നും മനസ്സിലാവുന്ന ബിഗ് ബോസ് മറ്റേത് കാര്യം പഠിച്ച ഗളിയാണ് ഗിസൈൽ. അത് പറയാലോ, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നമ്മുടെ മേക്കപ്പിൻ്റെ സാധനങ്ങളായിക്കോട്ടെ പഠിച്ച കളിയാണ്. അവർക്കതില്ല നടക്കില്ല, കാരണം അവർ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പിന്നെ നമ്മുടെ ഈ അനുവിൻ്റെ ഈ ബാത്റൂമിൽ അവിടെ നിന്നുള്ള കരച്ചിൽ കണ്ടിട്ട് ചില ആളുകൾക്ക് വിമിഷ്ടവും ഒരു മനസ്സിനൊരു സങ്കടമൊക്കെ വന്നെങ്കിലും വേറെ രണ്ടുപേർക്ക് ചിരിയാണ് വന്നത് കേട്ടോ. വേറെ അല്ല, നമ്മുടെ ആര്യനും നമ്മുടെ അപ്പാനിക്കും അത് ക്യാമറ കണ്ണുകൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നത്തെ സീനിൽ നമ്മുടെ അനുവും ശൈത്യയും നമ്മുടെ ആദിലയൊക്കെ ഇരിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഒരിക്കലും ആ ഡ്രസ്സ് കീറാൻ സാധ്യതയില്ല ആയത് ഗിസൈലിൻ്റെ, കാരണം ഗിസൈലിന് ഭയങ്കര ലൂസായിരുന്നു ആ ഡ്രസ്സ്. എന്നിട്ട് അത് ടൈറ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് കെട്ടി വെക്കുന്ന രീതിയിലായിരുന്നു ആ ഡ്രസ്സ് അവർ ഇട്ടിരുന്നത്. പിന്നെ എങ്ങനെ അത് കീറുന്നു? അതുതന്നെയാണ് എൻ്റെ ഡൗട്ട്. ബാത്റൂമിനുള്ളിലൊന്നും ക്യാമറ ഇല്ലല്ലോ, ഈ ഡ്രസ്സ് അവിടെ പോയിട്ടിട്ട് അത് വലിച്ച് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ആ ഡ്രസ്സ് കീറിയത് പിന്നെ ആരും ഇടൂല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വേറെ ഇടാം. ഗിസൈലിൻ്റെ ബുദ്ധി അപ്പോൾ ഈ കാണുന്നവരൊന്നും പൊട്ടന്മാരല്ല എന്നും കൂടി ഗിസൈൽ മനസ്സിലാക്കണം. എന്നിട്ട് അവിടെയും അനു വീണ്ടും കരയുന്നുണ്ട്. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണത്. എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷേ എന്നെ ഹൈറ്റിന് പേരിൽ എന്നെ കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. അനു കരയുന്നുണ്ട്. പൊന്നാര അനുമോളെ, ഇതൊരു ഉപദേശമായിട്ട് കരുതിക്കോ. കരയാൻ നിൽക്കുകയാണെങ്കിൽ എവിടെ എത്തൂല. ഈ ബിഗ് ബോസിൽ എന്തിനാണോ താങ്കൾ വന്നിട്ടുള്ളത്, എന്താണ് താങ്കളുടെ ലക്ഷ്യം എന്നാൽ താങ്കൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ ഒരു കരച്ചിലാണ്. ഓക്കെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരയുക എന്ന് പറയുന്നത് നിങ്ങളെ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും. പിന്നത്തെ സീന് കാണിക്കുന്നത് നമ്മുടെ ഒരു വേട്ടാവളിയൻ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ നിവിൻ അവൻ ആ റൂമിൽ ഇവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും കരുതി എന്താ ഇപ്പോൾ ഇത് കാണാം വല്ല ആപ്പിൾ എന്തെങ്കിലും ആവുന്നു, പക്ഷേ ഇപ്രാവശ്യം ആപ്പിളല്ല തക്കാളിയാണ്. അത് എന്നിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തിങ്ങാണ്ട് ഇരുന്ന് കഴിക്കണം മൂലൊക്കെ പോയിട്ട്. ഇവൻ്റെ വിചാരം ഇങ്ങനെ മൂലൊക്കെ പോയിട്ട് ഈ കുട്ടിത്തരം മാല ഇങ്ങനെ ഇത്രയും പോത്ത് പോലെ വലുപ്പം വെച്ച് ഇവന് കുട്ടികളെ പോലെ ഇങ്ങനെ ഇരുന്ന് കട്ടെടുത്ത് തിന്നണത് ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് അവൻ്റെ വിചാരം. ഒരു വട്ടൊക്കെ ഓക്കെ, ഇത് 2, 3, 4 എപ്പോഴും തന്നെ ഇവൻ്റെ കണ്ടന്റ് തന്നെ. സത്യം പറഞ്ഞാൽ 6 ബോറായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവത് കേൾക്കുമ്പോൾ നമ്മുടെ നൂറ വരുന്നുണ്ട്. നൂറ വന്നിട്ട് നൂറിനെ അതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തിക്കാണ്ട് ബെഡ്ഷീറ്റൊക്കെ മുകളിലിട്ട് നൂറും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആരോടും പറയരുത്, നീ ഇതിൽ ഉൾപ്പെട്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ കിടന്ന് സാമ്പാർ തിളക്കുന്ന പോലെ. പിന്നത്തെ സീൻ നമ്മുടെ ക്യാപ്റ്റനായ ഷാനവാസ് നമ്മുടെ ടാസ്കിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്ന സീനാണ്. അതായത് നമ്മുടെ വീക്കെൻഡ് എവിക്ഷൻ്റെ ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നിയമാവലികളും എന്താണ് ടാസ്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചളിയുള്ള പ്രതലം, അതിൽ കുറേ കാര്യങ്ങൾ കോയിൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ ഇവർ ഒരു താക്കോൽ അത് സംഘടിപ്പിച്ച് തുറന്നിട്ട് അതിലുള്ള ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ആ സാധനങ്ങൾ എടുക്കണം. ഏറ്റവും കൂടുതൽ ഇന്ന സമയത്തിനുള്ളിൽ നേടുന്ന ആരോ അവർ വിജയിക്കും. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പൂട്ടൊക്കെ തുറന്ന് എല്ലാവരും കോയിൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനീഷിൻ്റെ കളിക്കാരായ നമ്മുടെ അപ്പാനിയും അനുമോളും പൂട്ട് തുറക്കുന്നില്ല. അയ്യോ, അപ്പാനിയുടെ ഒരു ആത്മാർത്ഥത, അയ്യോ. അപ്പാനി അങ്ങോട്ട് പോകുന്നു, കൈയിട്ടെടുക്കുന്നു, താക്കോല് കുത്തുന്നു, കിട്ടുന്നില്ല, വീണ്ടും പോകുന്നു, വീണ്ടും അതേ വരുന്നു. നിങ്ങൾ ആ സീൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. താക്കോല് ഇങ്ങനെ തുറക്കുന്നു, വീണ്ടും അതേമാതിരി പോയി അപ്പം തന്നെ തിരിച്ചു വരുന്നു. എൻ്റെ ബലമായ സംശയം ഒരു താക്കോലിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ടും പോയി വന്ന് മനഃപൂർവ്വം പൊട്ടൻ കളഞ്ഞ് അനീഷിനെ തോൽപ്പിച്ചതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ അനീഷിന് വരും. പക്ഷെ നമ്മുടെ അനു നേരെ വിപരീതമായിട്ടാണ് കേട്ടോ. കാരണം അനീഷ് അവസാനം ഒരുവിധ സമയമൊക്കെ കളഞ്ഞതിന് ശേഷം പൂട്ട് തുറക്കുന്നുണ്ട്. എന്നിട്ട് അത് തുറന്ന പാടെ തന്നെ പിന്നെ അനുവിൻ്റെ ഊയാണ്. അനു വേഗം ഗ്ലൗ ഒക്കെ ഇട്ടുകൊണ്ട് ചാടി അങ്ങോട്ട് ചളിയിലേക്ക്. അപ്പോൾ അനീഷ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്, അനു അത് ഫൗളാണ്, ഗ്ലൗ ഇടണം, കാലിൽ സോക്സ് ഇടണം എന്നൊക്കെ. അപ്പോൾ അവന് വേഗം തന്നെ സോക്സ് ഇട്ടുകൊണ്ട് വീണ്ടും ചടി. അപ്പം വീണ്ടും അനീഷ് വന്നിട്ട് പറയും അനു അത് ഫൗളാണ്. കാരണം എന്താ, വേറൊരു കാല് ഫ്രീ ആണ്.
വീണ്ടും അനീഷ് നമ്മളെ വിളിച്ചു കൊടുത്തിട്ട് എന്താണ് വീണ്ടും സോക്സ് ഇടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ചാടി. എന്നിട്ട് പാവം ഭയങ്കരമായിട്ട് പോയി സെർച്ച് ചെയ്തിട്ട് ഒരു 3 കോയിനൊക്കെ ഒപ്പിച്ചെടുത്തു. അനുവിന് അത്രേ പറ്റുള്ളൂ. കാരണം എത്രയോ ബാക്കിലായി പോയി അനീഷിൻ്റെ ടീം. ആരുകൊണ്ട്? നമ്മുടെ പൂട്ടുപൊളിപ്പൻ നമ്മുടെ അപ്പാനിയെ കൊണ്ട്. അപ്പാനി നൈസായിട്ട് കളിച്ചതാണ്. അനീഷിനൊന്ന് ആ റൂമിലിരുത്ത ക്യാമറയും ഫോണൊന്നും ഇല്ലാത്ത റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടി അപ്പാനി കളിച്ചിരുന്നതാണ്. അപ്പാനിയുടെ ഒരു അഭിനയമുണ്ട്. അപ്പാനി പറയുന്നത് ഞാൻ ഭയങ്കര ആക്ടറാന്നുള്ളത്. ആക്ടിങ് സ്കില്ല് അവരിവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോയിന്റ് കിട്ടിയതൊക്കെ വിവരിക്കുമ്പോൾ എന്താണ് നമ്മുടെ അപ്പാനിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. എന്താണ് എല്ലാവരും പോയിന്റും വിവരിക്കുമ്പോൾ അപ്പാനി ഇങ്ങനെ എന്താണ് കുറ്റബോധം, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നിരാശ. അതാണ് അപ്പാനിൻ്റെ മുഖത്തുള്ളത്. എന്താ ആക്ടിങ്. പാവം അനീഷിന് ഒരു പോയിന്റ് കിട്ടി. ബാക്കിയുള്ളൊരു 13, 14 നേടിയപ്പോൾ എന്താണ് പാവം അനീഷിന് 3 പോയിന്റ് കിട്ടി. ബാക്കിയുള്ളൊരു 13, 14, 15 നേടിയപ്പോൾ അനീഷിന് കിട്ടിയ 3 കോയിൻസ്. അപ്പോൾ അതിൽ അനീഷിനൊരു പോയിന്റ് കിട്ടി. ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് നമ്മുടെ രന ഫാത്തിമയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അനീഷും. പിന്നത്തെ സീന് കാണിക്കുന്നത് നമ്മുടെ അനീഷിൻ്റെ തള്ളലാണ്. ഒരൊറ്റ വെടിയാണ്, ഒറ്റ തള്ളാണ്. സംഭവം വെച്ചാൽ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് മറ്റുള്ളവർ ചോദിക്കുകയാണ്. നമ്മുടെ ഷാരികയും സരികയും ഷാനവാസും നോറയൊക്കെ കൂടി ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ എന്താണ് ഷാനവാസിനോട് ചോദിക്കേണ്ടത് സരിക ആരെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാവിയിലെ വധുവിനെ പറ്റി പറയാനുള്ളത്. അപ്പം അനീഷ് പറയുന്നുണ്ട് കല്യാണം എന്ന് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിലില്ല. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ പ്രസൻറ്റിൽ എൻ്റെ ജീവിതത്തിലില്ല, അപ്പോൾ ഇനി ഉണ്ടായിക്കൂടായികയില്ല എന്ന് അല്ലേ എന്ന് ബാക്കിയുള്ളവർ. ഷാനവാസ് അറിയുന്നുണ്ട് മൂപ്പർക്ക് ഇപ്പോൾ ഒരു ഇളക്കമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അനീഷ് ഒരിക്കലില്ല കാരണം അയാളൊരു സ്ത്രീ വിരോധിയാണ്. മാത്രമല്ല അയാളൊരു ഡൈവേഴ്സിയാണ്. എന്നിട്ടാണ് നമ്മുടെ അനീഷിൻ്റെ തള്ള്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പ്രപ്പോസൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആയപ്പോൾ ഒരുപാട് പ്രപ്പോസൽ എനിക്ക് വന്നിട്ടുണ്ടെന്ന്. ഒറ്റ തള്ള. പിന്നത്തെ സീന് നമ്മുടെ സെക്കൻഡ് ബെൽറ്റുകളായ ഷാരികയും രേണുസുധിയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ ഷാരിക ശരിക്ക് രേണുവിനെ ആക്കുകയാണോ ഊക്കുകയാണോ അതോ ഉപദേശിക്കുകയാണോ മോട്ടിവേഷൻ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് രേണുവിനെ ഷാരിക അവിടെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഊക്കുന്നത്. വേറൊന്നല്ല, നീ കേരളീയ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. രേണു പറഞ്ഞ വാക്കുകൾ തിരിച്ചു പറയാണ്. എന്താണ് അമ്മമാർക്ക്, അതായത് ഈ ഒരു ജനറേഷന് വിധവകൾക്കൊക്കെ നീ ഒരു പ്രതിനിധിയാണ്. നീ ചൂട് ബാക്ക് കല്ല് വെക്കേണ്ടി, ഓരോ ചൂട് മുന്നോട്ട് വെക്കണം എന്നൊക്കെ. അപ്പോൾ രേണു ഇങ്ങനെ ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആ ഓള കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടേ സത്യം പറഞ്ഞ ഒരു ഊക്കലായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള സീന് നമ്മുടെ അക്ബർ കിച്ചണിൽ ഒരു ലവ് രീതിയിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രേണുവിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറും രേണുവും ചെറിയൊരു രസലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ലാലേട്ടൻ പറഞ്ഞിരുന്നു രേണുവുമായിട്ട് ഒന്ന് അടുക്കണം, ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചപ്പാത്തി ലവിൻ്റെ ജാഗ്രതയിൽ ഉണ്ടാക്കിയാണ് രേണുവിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് അക്ബർ. അപ്പോൾ രേണു പറയുന്നുണ്ട് അപ്പോൾ ഇല്ല നടക്കൂല എന്നൊക്കെ. അപ്പോൾ അക്ബർ നന്നായിട്ട് ഊക്കിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കഴിക്കണം രേണു ചേച്ചി, എന്താണ് കുട്ടികളെ പോലെ എന്നൊക്കെ. സംഭവം അക്ബർ ഒന്ന് കോമഡി ആക്കിയതാണ്. എന്നിട്ട് അവസാനം രേണു ചപ്പാത്തി എടുത്തിട്ട് പറയുന്നുണ്ട് ഭക്ഷണത്തെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. എന്ന് വെച്ച് ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ഷമിച്ചു എന്നാവും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാവർക്കും പീസ് ആക്കിയിട്ട് നിങ്ങളെല്ലാവരും കഴിക്കണം, കൂടുതൽ ഞാനും കഴിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഞാൻ ഒരുപാട് ഭക്ഷണം കിട്ടാതെ ജീവിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് രേണു അത് കഴിക്കുന്നുണ്ട്. ആ ഒരു നിലപാടും ആ ഒരു സംസാരവും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവത്തെ രേണു ഹാൻഡിൽ ചെയ്തത് സൂപ്പർ. പിന്നത്തെ സീൻ നമ്മുടെ നെവിന് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ. മൂപ്പരിപ്പം വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ ഷാനവാസിനോട് പരാതി പറയുകയാണ്. ഒരാളും ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ കൊണ്ടിടരുത്, എല്ലാവരും കഴുകി വെക്കണം. ബാക്കിയുള്ളവരെ വേസ്റ്റ് കഴുകാനിരിക്കുന്നതല്ല ഞാൻ, എല്ലാവരും അവിടെ വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഞാൻ കഴുകില്ല. അപ്പോൾ സാരികൊക്കെ എണീറ്റിരുന്ന് പറയുന്നുണ്ട് നീ ആരടാ ഉപദേശിക്കുന്നത്, നീ കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞ വീക്കിൽ നീ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഞങ്ങളാണ് എടുത്ത് ഇട്ടത്, നീ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടിട്ടും സാധനങ്ങൾ. ഇവർ ഈ ഇരുന്നുകാണ്ട് അവിടെയും ഇവിടെയും ബെഡ്റൂമിലൊക്കെ പോയി തക്കാളി ഇങ്ങനെ പീഞ്ഞിങ്ങാണ്ട് കുടിക്കണ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെയും ഇവിടെയും കൊണ്ടിടലുണ്ടല്ല. ഷാനവാസ് അടക്കം പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസം ചോദിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടിടണ നീയാണോ ഇത് ഇങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് നെവിന് പറയുകയാണ് കഴിഞ്ഞ വീക്കിലൊക്കെ എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റി, ഇപ്പം ഞാൻ അത് മനസ്സിലാക്കുന്നു. നിലപാടില്ലാത്തവൻ
ശരിക്കണ്ട് പറഞ്ഞാൽ പോരെ, ഇവിടെ ഉള്ളവരെ പ്ലേറ്റ് ഒന്നും എനിക്ക് കഴുകാൻ പറ്റൂല, എന്നെ കൊണ്ട് അതിനും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പോരെ. അല്ലാതെ ഓരോരുത്തർ കഴിച്ച പ്ലേറ്റ് ഒക്കെ മറ്റുള്ളവർ കഴുകി വെക്കരുത്, അവരവരെന്നെ കഴുകി വെക്കണം, അതൊരു ബേസിക് ക്വാളിറ്റി ആണെന്നൊക്കെ ഷുഗർ കോഡ് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്, അങ്ങനെ നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ നീയും അങ്ങനെ ചെയ്യണമായിരുന്നു മിസ്റ്റർ നെവിൻ. അല്ലാതെ ആരോടാ പറയുന്നത്? ബെഡ്റൂം പോയിട്ട് തക്കാളി പിഴിഞ്ഞ് കുടിക്കലും സോഫന്റെ ഇടയിൽ പോയിട്ട് ആപ്പിള് കാർന്നു നിന്നലും അല്ല തൻ്റെ കണ്ടന്റ്. അപ്പൊ താൻ ഇതെല്ലാത്തിനപ്പുറം പറയും. പിന്നത്തെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് പേർക്ക് അവരുടെ ജീവിതകഥ പറയാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ വന്നത് ശാരിക, രേണു, ഒനിയൻ സാബു. എന്തുകൊണ്ടാണ് ഇവര് മൂന്നാണ് ഫസ്റ്റ് വന്നത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ പറയാൻ ഇവര് ഹൗസിൽ ഉണ്ടാവില്ല എന്ന് ബിഗ് ബോസ് കരുതിയോണ്ടാണോ? വീക്ക് കണ്ടസ്റ്റന്റിനെ നോക്കിക്കൊണ്ട് ഫസ്റ്റ് തന്നെ ജീവിതകഥ പറയാൻ ബിഗ് ബോസ് ഏൽപ്പിച്ചത്? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി കേട്ടാ. അങ്ങനെ 3 പേരും വൃത്തിയായിട്ട് അവരുടെ ജീവിതകഥകൾ പറയുകയുണ്ടായി. അതിൽ നമ്മുടെ ഒനിയൻ സാബു കുറച്ച് ഇമോഷണലായി. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലായി. ഇത്രയും ദിവസം അമ്മയൊന്നും കാണാതെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഇമോഷണലാവും. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് കഴിയുകയുണ്ടായി. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഓക്കെ എപ്പിസോഡാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത റിയാക്ഷൻ വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.